എന്തായാലും സമയം 12 അടുക്കുന്നു. കേസ് പരിഗണിക്കുകയാണ്. ഒപ്പം ഈ കാണുന്ന തൃശൂർ പ്രസ് ക്ലബിലെ ഇവിടെയാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്ന അവിടെയാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണാൻ എത്തുന്നത്. എന്തു പറയും മാധ്യമങ്ങളോട്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടേക്ക് ബോബി ചെമ്മണ്ണൂർ വിശദീകരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കിരൺ, നമുക്ക് വേഗത്തിൽ ഒരു കാര്യം നോക്കുമ്പോൾ, അതായത് സാധാരണ രീതിയിൽ ഈ പ്രമുഖരായ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റ് നീക്കം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ രണ്ട് പക്ഷവും ചേരുന്നതാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ പോലും അത് കണ്ടിട്ടുണ്ട്. ദിലീപിന്റെ അറസ്റ്റ് സമയത്തൊക്കെ നമ്മളത് പ്രകടമായി കണ്ടതാണ്. ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂർ വിവാദങ്ങളിൽ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് നീക്കങ്ങളിലൊന്നും അങ്ങനെ രാഷ്ട്രീയ പക്ഷപാതിത്വം ആരും ഉണ്ടായിട്ടില്ല. ബോബി ഫാൻസ് വശത്തും പൊതുസമൂഹം മറുവശത്തും ഇതല്ലേ പൊതുവിൽ കാണാൻ കഴിഞ്ഞത്. അതൊരു നല്ല സന്ദേശം കൂടിയായി കരുതാനാവുമോ? സജിത്ത്, പ്രധാനപ്പെട്ട നേതാക്കളാരും അങ്ങനെ ഒരു പക്ഷം പറഞ്ഞില്ല എങ്കിൽ പോലും അങ്ങനെ പൂർണ്ണമായും അതിനകത്ത് രാഷ്ട്രീയമില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരം ആളുകളെയൊക്കെ സ്ഥിരമായി അനുകൂലിക്കുന്ന ചില, അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ല ഞാൻ പറയുന്നത്, അത്തരം ആളുകളെയൊക്കെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത്തരക്കാർക്ക് ഒപ്പം നിൽക്കുന്ന ചില രാഷ്ട്രീയ ബോധമുള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വളരെ സജീവമായി തന്നെ അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ അതിന് ഒരു ഉദാഹരണമാണ്. ഇത്തരം കാര്യത്തിലൊക്കെ വാദിക്കാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു വാദവുമായി രംഗത്ത് വന്നിരിക്കുക. അങ്ങനെ പലതരത്തിൽ അതുകൊണ്ട് പൂർണ്ണമായി ഇതിന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളാരും തന്നെ ഇതിൽ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ പക്ഷം ചേർന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരാകെ ഇതിൽ പക്ഷമില്ല എന്നൊന്നും നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. അത്തരം രാഷ്ട്രീയ പക്ഷങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട് സമൂഹത്തിൽ. ഏത് വിഷയത്തിലെ എന്ന പോലെ ഈ വിഷയത്തിലുമുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, തനിക്ക് ഏത് തരത്തിലും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനെ അല്ലെങ്കിൽ തള്ളിക്കളയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്റെ പണത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ആളുകളെ ആകർഷിക്കാനുള്ള ശേഷി ഉപയോഗിച്ചുകൊണ്ട് എന്തും കാണിക്കാം എന്ന് കരുതുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൊക്കെ തനിക്ക് ഏത് തരത്തിലും പ്രതികരിക്കാം. ചിലരൊക്കെ ഉണ്ട്, തനിക്ക് ചെറിയ ദേഷ്യമുള്ള രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ മറ്റ് എതിരാളിയോ മറ്റ് അഭിപ്രായം പറയുന്നവരോ ഒക്കെ ആയിക്കോട്ടെ, അവരെയൊക്കെ തെറിവിളിക്കുക, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുക, അവരുടെ അച്ഛനെയും അമ്മയും ഭാര്യയും സഹോദരങ്ങളെയും അല്ലെങ്കിൽ സഹോദരനെയും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുക. അങ്ങനെയൊക്കെ നിരന്തരം പ്രതികരിക്കുന്ന നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളൊക്കെ ഉള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പൊക്കെ കൂടിയാണ് യഥാർത്ഥത്തിൽ കോടതി ഇക്കാര്യത്തിൽ നൽകുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇത് ഒന്നുകൂടിയാണ്. ചിലരൊക്കെ ഈ തരത്തിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ആളുകളുടെ പിന്തുണയുണ്ട് എന്ന് കരുതി കുറച്ച് ആളുകളുടെയോ അല്ലെങ്കിൽ ഇത്തരം ഏജൻസികളുടെയോ പിന്തുണയുണ്ട്, അങ്ങനെ തന്നെ നമുക്ക് വ്യക്തമായി എടുത്തു പറയേണ്ടി വരും. ചിലർക്ക് നമ്മൾ കാണുമ്പോൾ ആയിരക്കണക്കിന് ലൈക്കുകളും ഷെയറുകളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഈ സമൂഹത്തിൽ കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിച്ചു വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ബോബി എല്ലാ കാര്യങ്ങളും പരിഹരിക്കുകയാണെങ്കിൽ എന്തിനാണ് ജുഡീഷ്യറി എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നു. ഇന്നാണ് ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിച്ചതെന്ന് സർക്കാർ നിലപാടെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരായ ആദ്യ പരാമർശം തന്നെ കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ബോബി എല്ലാ കാര്യങ്ങളും പരിഹരിക്കുകയാണെങ്കിൽ എന്തിനാണ് ജുഡീഷ്യറി എന്നതാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്. ഇന്നലെ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെന്നത് കോടതിക്ക് അറിയണം. ഇതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്. എന്തായാലും വളരെ സീരിയസ് ആയി തന്നെ ഇക്കാര്യം കോടതി പരിഗണിക്കുകയാണ്. കൃത്യം 12 മണിക്ക് തന്നെ വീണ്ടും കേസ് ഇത് പരിഗണിക്കുകയാണ് കോടതി എന്നതാണ് സാഹചര്യം. കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രധാനമായ നീക്കങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് സാഹചര്യം? കോടതിയിൽ എന്ത് നടക്കുന്നു? ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകനും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് കോടതി പറയുന്നു. ഇന്നലെ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് പ്രതിഭാഗത്തോടും സർക്കാർ അഭിഭാഷകരോടുമാണ്. അതുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ വ്യക്തത തേടുകയാണ്. എവിടെയാണ് പിഴവ് പറ്റിയത്, ആരാണ് ഇറങ്ങാതിരുന്നത്, ആരുടെ വീഴ്ചയാണ് എന്ന ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. ഇന്നാണ് ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിച്ചതെന്ന നിലപാട് സർക്കാർ കോടതിയിൽ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുമെന്ന് കോടതി അറിയിക്കുന്നു. 2 മാസത്തിനുള്ളിൽ ഈ ഹണി റോസിന്റെ പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇതാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയാണ് 2 മാസത്തിനുള്ളിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ നൽകുന്നത്.
ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ അറിയാം എന്ന ഓർമ്മപ്പെടുത്തൽ ബോബി ചെമ്മണ്ണൂർക്ക് നൽകുന്നു. ബോബി ചെമ്മണ്ണൂർ ഇതേ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ എന്തിനാണ് ജുഡീഷ്യറി എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ബോബി എല്ലാ കാര്യങ്ങളും പരിഹരിക്കുകയാണെങ്കിൽ എന്തിനാണ് ജുഡീഷ്യറി എന്ന ചോദ്യം ചോദിക്കുന്നത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ്.